ഖവാരിജികളെന്ന ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ട ഒന്നാമത്തെ പുത്തൻവാദികളാണെന്നതിൽ തർക്കമില്ലാത്ത മുസ്ലിം ലോകം ആ രൂപത്തിൽ വിധി എഴുതിയ ഖവാരിജുകൾ അവരുടെ ഒന്നാമത്തെ പ്രവർത്തനം തന്നെ കള്ളത്തരമായിരുന്നു. അതെന്താ കളവ് എന്നറിയോ? ഇന്നഹും ആ ഖവാരിജുകൾ ഇൻതലഖു അവര് പോയി ഇലാ ആയാത്തിൻ ചില ആയത്തുകളിലേക്ക് നസലത്ത് ഫിൽ കുഫാർ കാഫിരീങ്ങളുടെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്തുകളെ, കാഫിറുകളുടെ വിഷയത്തിൽ ഇറങ്ങപ്പെട്ട വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച ആയത്തുകളെ അത് മുസ്ലിമീങ്ങളുടെ തലയിൽ വെച്ച് കെട്ടിയിട്ട് അവര് പറഞ്ഞു മുസ്ലിമീങ്ങൾ കാഫിരീങ്ങളാകുന്നു. ഇതാണ് ഖവാരിജുകൾ ചെയ്ത ഒന്നാമത്തെ കളവ്. ആ ഖവാരിജുകൾ ഈ സമൂഹത്തെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. അതെന്താ? ഈ ലോകത്തുള്ള മുസ്ലിമീങ്ങൾ അവർ കാഫിറുകളാണെന്ന് പ്രചരിപ്പിച്ചു. അതേ പ്രചരണം കേരളത്തിലെ മുജാഹിദുകൾ ഏറ്റെടുത്തു. അതാണ് ഒന്നാമത്തെ കളവായി ഞങ്ങൾക്ക് പറയാനുള്ളത്. ഉമർ മൗലവി തന്റെ സൽസബീലിൽ എഴുതി വച്ചു. AP അബൂബക്കർ മുസ്ലിയാരും GK അബൂബക്കർ മുസ്ലിയാരും KB മുഹമ്മദ് മുസ്ലിയാരും ഈ പറയുന്ന ആലിമീങ്ങൾ, അവരുടെ അനുസരിച്ച ആളുകൾ, അവരെ പിന്തുടർന്ന ആളുകൾ ഇവർ മുശ്രിക്കീങ്ങളാണ് എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്നുവരെ സൽസബീലിൽ എഴുതി വെച്ച് ഈ സമുദായത്തെ മുഴുവനും ശിർക്കും കുഫറുമാക്കി, കാഫിരീങ്ങളും മുശ്രിക്കീങ്ങളുമാക്കി മാറ്റി എന്നത് തന്നെയാണ് ഖവാരിജികൾ ചെയ്ത അതേ കള്ളത്തരം മുജാഹിദുകൾ ചെയ്തുകൊണ്ട് അവർ മാതൃക കാണിച്ചു. ഇനി നിങ്ങൾ നോക്കൂ, ഏത് പ്രവർത്തനമാണ് ഈ കള്ളത്തരമല്ലാതെ അവർക്ക് പറയാനുള്ളത്? കേരളത്തിലെ മുജാഹിദുകൾ ഓരോ കളവുകൾ നമുക്ക് പരിശോധിക്കാം. മുജാഹിദ് നേതാക്കൾ അവരുടെ അണികൾക്ക് നൽകുന്ന നിർദ്ദേശം തന്നെ നിങ്ങൾ കാണുക. സക്കരിയ സ്വലാഹി അവരോട് പറയുന്നത്, നിങ്ങൾ നുണ പറയുന്നതിന് കുഴപ്പമില്ല, അത് സ്ഥാപിക്കാൻ കൂടി പഠിക്കണമെന്നാണ്. അപ്പൊ ഇവര് കളവ് പറയാനുള്ള, അതുകൊണ്ടാണല്ലോ കളവ് പറയൽ മത്സരങ്ങൾ വരെ നടത്തിയത്. കളവ് പറയൽ മത്സരം നടത്തി സോപ്പും പെട്ടി സമ്മാനം കിട്ടിയതൊക്കെ നമുക്കറിയാം. ഇതൊക്കെ കേരളത്തിൽ ഒരു പ്രസ്ഥാനം ചെയ്ത പണിയാണ്. നോക്കൂ നിങ്ങൾ, സക്കരിയ സ്വലാഹി പറയുന്ന ഒരു നിർദ്ദേശം ഇതിന്റെ ആമുഖമായി നമുക്ക് കേൾക്കാം. നോണ പറഞ്ഞ അങ്ങനെ ഉണ്ടാവും. നോണ പറയണം. ഖുർആനിലും ഹദീസിലും ഉള്ളത് പറയണം. ഉള്ളത് പറഞ്ഞാൽ പൊളിയില, ഇല്ലാത്തത് പറഞ്ഞാൽ പൊളിയും. നോക്കൂ നിങ്ങള്, നുണ പറയാൻ പഠിച്ചാൽ പോരാ, അത് സ്ഥാപിക്കാൻ കൂടി പോരാ. അപ്പൊ അത്രേ പ്രശ്നമുള്ളൂ. നുണ പറയുന്നതിന് പ്രശ്നമൊന്നുമില്ല, അത് സ്ഥാപിക്കാൻ പഠിക്കണം. ഈ രൂപത്തിൽ സംസാരിക്കുന്ന ആളുകൾ നോക്കൂ നിങ്ങൾ. അപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒന്നാമത്തെ കളവെന്താണെന്ന് ചോദിച്ചാൽ അവര് ഖവാരിജികളോട് പിൻപറ്റി ഈ സമുദായത്തെ മുശ്രിക്കീങ്ങളാക്കി എന്നതാണ്. ഇനി നിങ്ങൾ നോക്ക്, രണ്ടാമത്തെ കളവിലേക്ക് നമുക്ക് വരാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇവര് പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനം അല്ലാഹു തആല നമുക്ക് നൽകിയ സമ്മാനമാണ് എന്നാണ്. പച്ചക്കള്ളമാണ് പറയുന്നത്. ഈ സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി വന്നതാണ് അവർ. അതിന്റെ ഇടയിൽ അതിനെ സ്ഥാപിക്കാൻ വേണ്ടി വേറൊരു കളവും കൂടി പറയുന്നുണ്ട്. അതെന്താണ്? ഞങ്ങൾ പിരിവ് നടത്താറില്ല, ഞങ്ങൾ നിങ്ങളോട് സംഭാവന ചോദിക്കാറില്ല. നിങ്ങൾ മനസ്സിലാക്കണം, മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ സമുദായത്തിന് അല്ലാഹു നൽകിയ ഗിഫ്റ്റാണ് എന്ന് പറയാൻ മുജാഹിദീങ്ങൾ ധൈര്യം കാണിച്ചു. അത് അവരുടെ രണ്ടാമത്തെ കളവായി നമുക്ക് വിലയിരുത്താം. വരട്ടെ നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി. പ്രസ്ഥാനം നിങ്ങൾക്ക് ഗിഫ്റ്റ് ഓഫ് ഗോഡ്, അള്ളാന്റെ സമ്മാനമാണ് KNM, പടച്ചോന്റെ സമ്മാനമാണ് ISM, പടച്ചോന്റെ സമ്മാനമാണ് MSM, പടച്ചോന്റെ സമ്മാനമാണ് ഞങ്ങൾ. നിങ്ങൾക്ക് ഞങ്ങൾ നിങ്ങളോട് പൈസ പിരിച്ചോ? ഉണ്ടോ? ഞങ്ങൾ നിങ്ങളോട് പൈസ പിരിച്ചോ? ഞങ്ങൾ നിങ്ങളോട് ഫണ്ട് വാങ്ങി ഉണ്ടോ? വെറുതെ ഉണ്ടായോ? പാട്ടപ്പിരിവ് നടത്തിയോ? ഉണ്ടോ? മയ്യത്തുസ്കരിച്ചിട്ട് പൈസ വാങ്ങിയോ? കല്യാണത്തിന് അൽഫാത്തി ഓതിട്ട് പൈസ വാങ്ങിയോ? ഗൾഫിലേക്ക് വിസ എടുത്ത് പോകുമ്പോൾ അൽഫാത്തി ഓതി പൈസ വാങ്ങിയോ? നിങ്ങൾ ചൂഷണം ചെയ്തോ? അദ്ദേഹം പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനം അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ഗിഫ്റ്റാണ്, സമ്മാനമാണ്. അതിനദ്ദേഹം തെളിവായി പറഞ്ഞതെന്താ? ഞങ്ങൾ നിങ്ങളോട് പിരിവ് നടത്തിയോ സംഭാവന വാങ്ങിയോ ഇല്ലല്ലോ എന്നാണ്. പ്രധാനപ്പെട്ട ഒരു കളവാണ്. ഇത് രണ്ടാമത്തെ കളവായി നിങ്ങൾ പിടിച്ചോളൂ. കാരണം അയാൾ തന്നെ പിരിവ് നടത്തുന്നു, അപ്പുറത്ത് അതും കൂടി കണ്ടോളൂ. കളവാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ടാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ പിരിവ് നടത്താറില്ല, ഞങ്ങൾ നിങ്ങളെ ചൂഷണം ചെയ്യാറില്ല എന്ന് പറയുകയും നമ്മളൊക്കെ നടത്തുന്നതിനേക്കാൾ വലിയ പിരിവ് നടത്തുകയും ചെയ്യുന്ന ആളുകളാണ്.
സ്ത്രീകൾ പലപ്പോഴും ക്ലാസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് പൈസ കൊണ്ടുവരില്ല. ഒന്നും ബേജാറാണ്ട. കയ്യിന്റെ 2 വിരലിലുള്ള മോതിരം, കൈത്തണ്ടയിലുള്ള വള, കഴുത്തിലുള്ള മാല, അരയിൽ തൂക്കിയ അരഞ്ഞാണം, ഇതൊക്കെ ആഭരണമാണ്, ഇതൊക്കെ സ്വർണമാണ്, ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് അഴിച്ചിട്ട് അവിടെ ബക്കറ്റുണ്ട്, അവിടെ ഇടുക. 1 പവൻ, 2 പവൻ, 5 പവൻ. ഇത് വെറുതെ പറയല്ല, സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കുക. എന്താണ് സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്കുക. എന്താ വേണ്ടത്? സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കുക. അണ്ട നിങ്ങള് അപ്പൊ സ്വർണ്ണമില്ലാത്തവർക്ക് സ്വർഗം വേണ്ടെന്നാ അപ്പൊ മൗലവി പറഞ്ഞു വരും. എന്നിട്ട് അയാളെ ആമുഖം എന്താ? ഞങ്ങൾ നിങ്ങളോട് പിരിവ് നടത്താറില്ല. ഇങ്ങനത്തെ പിരിവ് നമ്മളും കൂടി നടത്തില്ല. നമ്മൾ ചിലപ്പോ 5ഉം 10ഒക്കെ വാങ്ങിയിട്ട് പിരിവ് നടത്താറുണ്ട്. ഇവര് 1 പവൻ, 2 പവൻ, 4 പവൻ, 5 പവൻ നോക്കി. അപ്പൊ കണ്ട ഞങ്ങൾ പിരിവ് നടത്താറില്ല, ഞങ്ങൾ സമ്മാനമാണ്. കളവാണത്, കളവ് മാത്രം പറയുന്ന പൗ. ഇനി കണ്ടോ നിങ്ങള്, ഇനി ഞാൻ 3ാമത്തെ കളവിലേക്ക് വരും. ഇവര് ഒരു ബടായി വിട്ടിരുന്നു, വലിയ ബടായി. അതായത് നമുക്കറിയാം, ഞാനിപ്പോ കാണിക്കുന്നില്ല, അതിന്റെ ഇടക്ക് വരും. ഹജ്ജിന് പോകുന്ന മുഅ്മിനീങ്ങൾ, ഹജ്ജിന് പോകുന്ന ആളുകൾ, അവിടെ വരുന്നവരിൽ 5 ലക്ഷം ഒഴികെ ബാക്കിയുള്ള എല്ലാവരും മുശ്രിക്കുകളാണ്. 3ാമത്തെ കളവാണ്. എങ്ങനെ? ഹജ്ജിന് വരുന്ന മുസ്ലിമീങ്ങളിൽ 5 ലക്ഷം ഒഴികെ ബാക്കിയുള്ളവരൊക്കെ മുശ്രിക്കുകളാണ്. അത് 3ാമത്തെ കളവ്. അപ്പൊ നോക്കുങ്ങള്, ആ കളവ് നമ്മൾ എല്ലാ സ്ഥലത്തും പ്രദർശിച്ചപ്പോ ആ കളവ് ഒതുക്കാൻ വേണ്ടി 4ാമത്തെ കളവ്. അതെന്താ? അതാ ഞാൻ പറഞ്ഞു, ഇവരെ കളവ് എണ്ണുകയാണെങ്കിൽ 101, 1001 നിൽക്കൂല, അങ്ങനെ പോകും. കദ്ദാബൂന എന്നുള്ള വാക്ക് അവിടെ സ്ഥിരീകരിക്കാൻ വേണ്ടി. കാരണം എന്താ? ഈ പ്രസംഗം എല്ലാ സ്ഥലത്തും വന്നപ്പോ പിന്നെ മുജാഹിദുകൾ പറഞ്ഞു, ഞങ്ങളെ മൗലവി അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. എങ്ങനെ? മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യുന്നത് എന്ന് ഞങ്ങളെ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ അതൊരു 4ാമത്തെ കളവാണ്. നിങ്ങൾ ചിന്തിക്കണം. 3ാമത്തത് ഇനി കളവ് പറയും. അതെന്താണ്? മക്കയിൽ ഹജ്ജ് ചെയ്യുന്നത് മുശ്രിക്കുകളാണെന്ന കളവ്. 4ാമത്തെ കളവ്, അങ്ങനെ ഞങ്ങളെ നേതാവ് പറഞ്ഞിട്ടില്ല എന്ന് പറയും. ആര്? അനസ് മൗലവി. അത് 4ാമത്തെ കളവായി. ആ കളവ് നിങ്ങൾക്ക് നേരെ കാണാൻ ഞാൻ 2ഉം കൂടി ഒപ്പം വെച്ചു തരുന്നു. ആദ്യം നമ്മുടെ അനസ് മൗലവി വരും, അയാൾ പച്ചക്കള്ളം പറയും. അതിന്റെ ഇടയ്ക്ക് മുജാഹിദ് ബാലുശ്ശേരി വരും, അയാളും കളവ് പറയും. അപ്പൊ 4 പൂർത്തിയാവും. വേമക്ക് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു, എന്ത് 5 ലക്ഷം വരുന്ന മുസ്ലിങ്ങൾ മാത്രമേ ഹജ്ജിന് അവിടെ എത്തുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എന്താണ് മുശ്രിക്കീങ്ങളാന്ന് ആ വാചകത്തിൽ തന്നില്ല. അത് കേൾപ്പിക്കാൻ കഴിയില്ല. എന്റെ കയ്യിലുണ്ട് ആ ക്ലിപ്പ്, ഇപ്പൊ ഇടാൻ സമയമില്ല. ഇന്ന് ഹജ്ജിന് ചെല്ലുന്നിടത്ത് ആരൊക്കെ വരുന്നുണ്ട്? അവിടെ അബൂജഹലുമാർ അവിടെ ഹജ്ജ് ചെയ്യുന്നു, ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു. അബൂജഹലിനെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കാൻ സമ്മതിച്ചില്ല റസൂലുള്ള അവിടെ. കാരണം എന്താ വെച്ചാൽ അതുവരെ അവർ ചെയ്ത ഹജ്ജ് ഷിർക്കിന്റെ ഹജ്ജാണ്. അള്ളാഹിനോടും പ്രാർത്ഥിക്കും, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. അതുകൊണ്ട് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർക്കുള്ള ഹജ്ജ്, തൗഹീദ് സ്വീകരിച്ചവർക്കുള്ള ഹജ്ജ്. തൗഹീദ് സ്വീകരിക്കാത്ത ഒരാൾക്ക് ഹജ്ജ് ഉണ്ടോ? ഇല്ല. നിസ്കാരമുണ്ടോ? ഇല്ല. സക്കാത്ത് ഉണ്ടോ? ഇല്ല. ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ ഹജ്ജിന് ചെല്ലുന്നത്, അല്ലേ? ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. കേട്ടോ നിങ്ങള്? ഒരു മൗലവി പറയാണ് മുശ്രിക്കുകളാണ് ഹജ്ജ് ചെയ്യുന്നത്, അത് തെറ്റ്. അപ്പൊ മറ്റേ മൗലവി അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഇങ്ങനെ കളവ് പറയണമെങ്കിൽ എന്തായാലും മുജാഹിദ് പ്രസ്ഥാനത്തിനല്ലാതെ ഈ രൂപത്തിൽ കളവ് പറയാൻ കഴിയില്ല. ഇനി ഞാൻ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട കളവുകളിലേക്ക് വരികയാണ്. 4 കളവുകളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഞാൻ നമ്പർ ഇട്ടുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. ഇനി ശ്രദ്ധിച്ചോളൂ. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണല്ലോ പ്രാർത്ഥന. ഇവിടെ മുജാഹിദുകൾ ഉണ്ടാക്കി വെച്ച തെറ്റിദ്ധരിപ്പിച്ച ഒരാശയമുണ്ട്. അതെന്താ? സുന്നികൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ പറഞ്ഞു എവിടെ എത്തിയെന്നറിയോ നിങ്ങൾക്ക്? ഒരാൾ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവൻ കാഫിറാണ് എന്നാണ് സുന്നികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുവരെ മുജാഹിദുകൾ പറയുകയാണ്. എങ്ങനെ? നമ്മുടെ വാദം എന്താ സഹോദരങ്ങളെ? അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്നാണ് ഇവിടെ സുന്നികൾ പഠിപ്പിക്കുന്നത്. അതിലിവിടെ ആർക്കും തർക്കമില്ല. പക്ഷേ ഏത് പ്രാർത്ഥന? ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന അള്ളാഹുവിനോടേ പറ്റൂ. അതിലിവിടെ ആർക്കും തർക്കമുള്ള കേസല്ലാതെ ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിലുള്ള പ്രാർത്ഥന അള്ളാഹുവിനോട്. ആശാപരമായി പ്രാർത്ഥനയും യാചനയും അതുപോലെ സഹായം തേട്ടൊക്കെ പലരോടുമാവാം. എന്നിട്ട് ഇത് പറയുന്ന നമ്മളെ കുറിച്ച് കണ്ടോ ഒരു വൻ കളവ് പൊട്ടിക്കുന്നത്?
എന്താ? ഒരാൾ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞവൻ കാഫിറാണ് എന്നാണ് സുന്നികൾ വിശ്വസിക്കുന്നത്. നമ്മളെ വിശ്വാസം മുജാഹിദാ പറയുന്നത്. നിങ്ങൾ ചിന്തിക്കണം, നമ്മളെ റബ്ബിനെ വിട്ട് ഒരാൾ ആരാധിക്കോ? എന്താണ് ഇവർ പറയുന്നത്? നമ്മളെ സൃഷ്ടിച്ച റബ്ബ്, നമ്മളെ പരിപാലിക്കുന്ന റബ്ബ്, നമ്മുടെ ആകാശത്തെ, ഭൂമിയെ, ചന്ദ്രനെ, സൂര്യനെ ഇതെല്ലാം പടക്കുന്ന റബ്ബ് താരയല്ലാതെ നമുക്ക് ആരാധിക്കാൻ കഴിയുമോ? അവനോടല്ലാതെ ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിലുള്ള പ്രാർത്ഥന നിർവഹിക്കാൻ കഴിയുമോ? ഇല്ല. കണ്ടോ, അഞ്ചാമത്തെ കളവായി നമുക്ക് പറയാ, മഹാകളവ് മൗലവി പൊട്ടിക്കുന്നു. കണ്ടോ, ബാലുശ്ശേരിക്കാരൻ തന്നെ പ്രസംഗിക്കട്ടെ. മാത്രല്ല കൂട്ടരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിനോട് മാത്രമായിട്ട് ഒരാൾ പ്രാർത്ഥിക്കുന്നു എന്ന് വിചാരിച്ചോളൂ. നിങ്ങള് പടച്ചവനോട് മാത്രം ഒരാൾ പ്രാർത്ഥിക്കുന്നു, അവരെ പറ്റി സുന്നിയുടെ അഭിപ്രായം എന്താ? ഒരു കാഫറാണ്. നിങ്ങൾ ചിന്തിക്കും, നമുക്കിടയിലുള്ള പ്രശ്നം നിസ്സാരല്ല, നമുക്കിടയിലുള്ള പ്രശ്നം ചില്ലറയല്ല. സുന്നികളെ നിഷ്പക്ഷരായി നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ടാവുമല്ലോ, മുസ്ലിങ്ങളിൽ തന്നെ ഇതൊക്കെ പറയണോ? സോളിഡാരിറ്റികൾ ഇതൊരിക്കലും ഇഷ്ടപ്പെടാത്ത, ഇതൊന്നും അവർ ആഗ്രഹിക്കില്ല. അവരെന്നെ പറയുന്നത് അറിയോ? ഇതൊക്കെ ശാഖാപരാണെന്നാ ഈ വക കാര്യങ്ങൾ. അതിൽ പറയുന്നൊരു വാചക ഇത്. അപ്പോ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരാൾ കാഫിറാണ് എന്നാണ് നമ്മളെ വാദം. അത് കളവല്ലെങ്കിൽ പിന്നെ ഏതാ കളവ്? കളവ് മാത്രം പറയുന്ന ടീം ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ല. ഞങ്ങൾ പറയുന്നത് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്നാ. അള്ളാഹുവിനോട് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിലുള്ള പ്രാർത്ഥന പറ്റൂ. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞങ്ങളുടെ മുദ്രാവാക്യമാണത്. എന്റെ നിസ്കാരവും എന്റെ നോമ്പും എന്റെ മരണവും എന്റെ ജീവിതവും എന്റെ റബ്ബിനുള്ളതാണ് എന്ന് പറയുന്ന നമ്മളെ കുറിച്ചാണ് ഈ കടുത്ത ആരോപണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മുജാഹിദുകൾക്ക് പയച്ചത് അവിടെയല്ല. അവര് പറഞ്ഞു പ്രാർത്ഥന അല്ലാത്തതിന് അവർ പ്രാർത്ഥനയാക്കി ചിത്രീകരിച്ചു. ഏതുപോലെ എന്നറിയോ? ഒരാൾ നല്ല ചായ കുടിക്കുകയാണ്. ചായ കുടിക്കുന്ന ഒരാളോട് പറഞ്ഞു, മോനെ കള്ള് കുടിക്കാൻ പാടില്ല, ഇത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവനൊരു കള്ളുകുടിയനാക്കി ഇവൻ കുടിക്കുന്ന ചായ കള്ളാണെന്ന് വരുത്തി തീർത്ത് അവനോട് കള്ളിനെതിരെയുള്ള ആയത്തോടുകയാണ്. ഇതുപോലെ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന നമുക്കെതിരെ ഇവര് ആയത്തോടുകയാണ്, ഹദീസ് ഓതുകയാണ്. പക്ഷേ മുജാഹിദിന് പേച്ചതെവിടെ? കണ്ടോ, ഒരു മൗലവി വീണ്ടും കളവ് പറയുന്നു. ആറാമത്തെ കളവ്. ഇവക്ക് ഇത് ചങ്ങരംകുളം സമ്മേളനത്തിലെ ഒരു പ്രധാനപ്പെട്ട കളവാണ്. വരട്ടെ, ആറാമത്തെ കളവ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിക്കുന്ന ഒരു മുസ്ലിമിന് ഒരു വിളിയെ വിളിക്കാൻ പറ്റൂ. അല്ലാഹുവേ കാക്കണേ, റബ്ബേ രക്ഷിക്കണേ, റഹ്മാനെ കാക്കണേ എന്നിങ്ങനെ പടച്ചവനെ മാത്രമേ വിളിക്കാൻ പറ്റൂ ഒരു മുസ്ലിമായ മനുഷ്യന്. അപ്പോൾ അതല്ലാത്ത ഒരു വിളി വന്നാലോ ആ വിളിക്കപ്പെടുന്നതിനെ അവൾ ഇലാഹാക്കി. പിന്നീട് എവിടുന്ന് വന്നു സഹോദരങ്ങളെ മുഹമ്മദ് നബിയെ എന്ന വിളി? പിന്നീട് എവിടുന്ന് വന്നു ഷെയ്ഖേ എന്ന വിളി? നമ്മൾ ശരിക്കും മനസ്സിരുത്തി ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോ ഒരു വിളിയെ പറ്റൂ. ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ മൗലവി എന്നെ അത്തഹിയ്യാത്ത് ഓതുമ്പോ അവിടെ റസൂലുള്ളാഹിനെ വിളിക്കുന്നില്ലേ? ഒരു വിളിയെ പറ്റൂ എന്ന് പറഞ്ഞ് നേരെ അത്തഹിയ്യാത്ത് ഓതാൻ പോയാണ്. അവിടെ വിളിക്കാണ്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ നബിയേ. ഇയാളെ വാദെന്താ? ഒരു വിളിയെ പറ്റൂ. അപ്പൊ കളവാണെന്ന് ഓൽക്ക് തന്നെ അറിയത്, അവർക്ക് തന്നെ അറിയത് കളവാണ്.